നല്ലൊരു ജോലി എന്നത് നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നമാണ്. പക്ഷേ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇന്റർവ്യൂകൾ കഴിഞ്ഞിട്ടും അർഹതപ്പെട്ട ജോലി കൈവിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പറഞ്ഞറിയിക്കാനാവില്ല. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും തടസ്സങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ആ സങ്കടങ്ങളെല്ലാം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിച്ച് തൊഴിൽ തടസ്സങ്ങൾ മാറണമെന്ന പ്രാർത്ഥനയോടെ ചെയ്യാവുന്ന ഒരു പ്രധാന വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ആ വഴിപാട്, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. പൊന്നുണ്ണിക്കണ്ണനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, രാവും പകലും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും സമയത്തിന് നടക്കാതെ പോകാറുണ്ട്. പഠനം കഴിഞ്ഞ് ജോലിക്കായി നെട്ടോട്ടമോടി എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അർഹതപ്പെട്ട ഒരു ജോലി ലഭിക്കാൻ വൈകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത്ര വലുതാണ്. അത് നമ്മൾ അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. എന്നാൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മുടെ ഓരോ കണ്ണീർ തുള്ളിയും കാണുന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടെന്ന വിശ്വാസം നമുക്ക് കൈവിടാതിരിക്കാം. അതുകൊണ്ട് മനസ്സ് തളരാതെ ആ സങ്കടങ്ങളെല്ലാം ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജോലി കിട്ടാതെ കഷ്ടപ്പെട്ട് വിഷമിച്ച് നടക്കുന്ന ആൾക്കാർ നടത്തേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പൊന്നു ഗുരുവായൂരപ്പന്റെ അഹസ്സ ആണ് ഈ വഴിപാട്. എങ്ങനെയാണ് ഈ വഴിപാട് നടത്തേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്നവർക്കും പുതിയ ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവർക്കും മനസ്സറിഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വഴിപാടാണ് ഗുരുവായൂരപ്പന്റെ അഹസ്സ വഴിപാട്. ഇനി ഇതിൽ പലരുടെയും ഒരു സംശയം, ഈ വഴിപാട് ജോലി കിട്ടുന്നതിന് മുൻപേ ചെയ്യണോ അതോ ജോലി കിട്ടിയതിന് ശേഷമാണോ എന്നതായിരിക്കും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് ഈ വഴിപാട് ചെയ്തോളൂ. അതല്ല, സാമ്പത്തികപരമായി ഇപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, എനിക്ക് നല്ലൊരു ജോലി നേടിത്തരയണമേ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഭഗവാന് ഒരഹസ്സ് നടത്തിക്കോളാം എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുക. ജോലി കിട്ടിക്കഴിഞ്ഞും ഈ വഴിപാട് ഭഗവാന് സമർപ്പിക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. തൊഴിൽ തടസ്സങ്ങൾ മാറാനും ജീവിതത്തിൽ കാര്യവിജയമുണ്ടാകാനും നമ്മളുടെ ആഗ്രഹങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുമൊക്കെ ഈ വഴിപാട് നമുക്ക് നടത്താവുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, വഴിപാട് എന്നത് ഭഗവാനോട് നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ് പോലെയുള്ള കാര്യമാകരുത്. ഭഗവാന് വഴിപാട് നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടത്തിത്തരൂ എന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ നേർന്ന വഴിപാട് പിന്നീട് നടത്താൻ മറന്നു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ അപ്പോൾ തന്നെ നടത്താൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ മറ്റാരോടെങ്കിലും ഈ വഴിപാട് ഒന്ന് പറഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യാം. ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. ഇനി എന്താണ് അഹസ്സ വഴിപാട് എന്ന് പറയാം. അഹസ്സ എന്നാൽ ഒരു പകൽ എന്നാണ് അർത്ഥം. ഗുരുവായൂരപ്പന്റെ രാവിലത്തെ മലർ നിവേദ്യം തുടങ്ങി അത്താഴപൂജ വരെയുള്ള എല്ലാ നിവേദ്യങ്ങളും ഒരു ഭക്തന്റെ വകയായി ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടാണ് അഹസ്സ. അന്നേ ദിവസം നടക്കുന്ന പൂജകളിലും നിവേദ്യങ്ങളിലും നമ്മളുടെ ഒരു സമർപ്പണവും കൂടി അതിലുണ്ടാകുന്നു. ഒരു ഭക്തന്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ഈ വഴിപാട് ചെയ്യുന്ന ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ?
ഈ വഴിപാട് നാളെയാണ് നടത്തേണ്ടതെങ്കിൽ തലേ ദിവസമെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യണം. അവിടെ ചെന്ന് ചീട്ടാക്കി പൈസയും കൊടുത്ത് മടങ്ങിപ്പോരരുത്. അന്നേ ദിവസം അവിടെ താമസിച്ച് എല്ലാ പൂജകളും തൊഴുത് എല്ലാ പ്രസാദങ്ങളും വാങ്ങി കഴിക്കുക. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാനസികമായ സമാധാനവും ആത്മസംതൃപ്തിയും വിശ്വാസവും വളരെ വലുതാണ്. ഇനി ഈ വഴിപാട് നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രസാദങ്ങളെ കുറിച്ച് പറയാം. മലർ നിവേദ്യം, വെണ്ണ, നെയ്പായസം, പാൽപായസം, തിരുമുടിമാല, കളഭം, ആടിയ എണ്ണ, ത്രിമധുരം, പഴം, പഞ്ചസാര, അങ്ങനെ എല്ലാ പ്രസാദങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അത്താഴ പൂജയ്ക്ക് കിട്ടുന്ന അപ്പവും അടയും കൂടി വാങ്ങിയ ശേഷം വേണം മടങ്ങിപ്പോരാൻ. ഈ പ്രസാദം എല്ലാ പൂജയ്ക്ക് ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിന് എത്ര രൂപയാണ്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ വഴിപാടിന് 3000 രൂപയാണ് വാങ്ങുന്നത്. ഗുരുവായൂരിലേക്ക് നിങ്ങൾ എന്നാണോ പോകാൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ദിവസം മുമ്പേ എങ്കിലും ഈ വഴിപാട് ബുക്ക് ചെയ്യണം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് വന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഗുരുവായൂർ വെബ്സൈറ്റിൻ്റെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എന്നാൽ വഴിപാടിൻ്റെ തുകയും ബുക്കിംഗ് രീതിയും ക്ഷേത്രത്തിലെ നിലവിലെ ക്രമീകരണങ്ങൾ അനുസരിച്ച് മാറാൻ സാധ്യതയുള്ളതിനാൽ പോകുന്നതിന് മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂടി വിവരങ്ങൾ ഒന്നും കൂടി ഉറപ്പാക്കുന്നത് നല്ലതാണ്. ഉദയാസ്തമന പൂജ പോലെയുള്ള വലിയ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. അത് ബുക്ക് ചെയ്താൽ ഒരുപാട് സമയം നമ്മൾ കാത്തിരിക്കുകയും വേണം. അപ്പോൾ ഭഗവാന് അഹസ് വഴിപാട് നടത്തുക. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഒരു ദിവസം മുഴുവനും ഇരുന്ന് വിവിധ പൂജകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഭക്തർക്കും ചെയ്യാവുന്ന ഒരു നല്ല വഴിപാടാണ് അഹസ്. നമ്മൾ ആഗ്രഹിച്ച ജോലി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ശമ്പളത്തിൽ നിന്നും ഒരു തുക എടുത്ത് ഈ വഴിപാട് കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനോട് നന്ദി പറയാൻ മറക്കരുത്. അവസാനമായി ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വഴിപാട് നടത്തിയാൽ മാത്രമേ ഭഗവാൻ നമ്മളെ തിരിഞ്ഞു നോക്കൂ എന്നൊരു ചിന്ത ഒരു കാരണവശാലും വേണ്ട. ആത്മാർത്ഥതയോടെ ഭക്തിയോടെ ചിലപ്പോൾ നമ്മൾ കണ്ണീരോടെ സമർപ്പിക്കുന്ന ഒരു തുളസി ഇലയോ ഒരു പൂമാലയോ ആണെങ്കിൽ പോലും നമ്മളുടെ പൊന്നു ഗുരുവായൂരപ്പൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ഭഗവാന്റെ മുന്നിൽ വലുപ്പമെന്നോ ചെറുപ്പമെന്നോ ഒന്നുമില്ല. നമ്മളുടെ ശുദ്ധമായ ഭക്തിയാണ് അവിടെ പ്രധാനം. നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ആഗ്രഹങ്ങളും തൊഴിൽ തടസ്സങ്ങളും എല്ലാം ആ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നു ഗുരുവായൂരപ്പൻ മാറ്റിത്തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം കിട്ടുമ്പോൾ തീർച്ചയായും ഗുരുവായൂർ സന്നിധിയിൽ പോയി ഭഗവാനെ കണ്ട് മനസ്സുരുകി തൊഴുത് പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ദർശനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുണ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നും കരുതുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹവും അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.